എന്താടാ എന്തൊക്കെയുണ്ട് വീഡിയോ എടുക്കുക? മാഷാ അല്ലാ, നമ്മളെ ഖുർആൻ ഇറക്കപ്പെട്ട പർവ്വതമാണല്ലോ ഇത്. എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് വരാനുള്ള ബെസ്റ്റ് സമയം എപ്പോഴാണെന്ന് വെച്ചാൽ നല്ല നട്ടുച്ചക്ക്, എല്ലാന്നുണ്ടെങ്കിൽ നല്ല സുബൈ ആവണതിന് മുന്നേ. ഒന്നുകൊണ്ടെന്നുണ്ടെങ്കിൽ മലൻ്റെ മേലെ നിന്നിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. അങ്ങോട്ട് എത്തിയിട്ട് മുന്നേ ആദ്യം ഒരു ചെറിയ ഗുഹ കൂടി നമ്മൾ കടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെയുള്ള പാറക്കല്ലിലൂടെ മേലെ കയറി പോകണം. അത് എല്ലാവർക്കും സാധ്യമാവണമെന്നില്ല, കാരണം നല്ല മിനുസമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളെ കാലൊക്കെ സ്ലിപ്പായി പോകാൻ സാധ്യത ഉണ്ട്. ആ കാണുന്നതിൻ്റെ ഉള്ളിലാണ് ആ ഗുഹ. മാക്സിമം 2-3 പേർക്ക് നിൽക്കാവുന്ന സ്പേസേ അതിനകത്തുള്ളൂ. ഇവിടുത്തെ തിരക്കൊണ്ട് നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അതിന് തിരക്കാണ്. തങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹമായിരിക്കും ആ ഗുഹക്കകത്ത് ഒന്ന് കയറാനും അതിനകത്ത് ഒന്ന് തൊടാനും ഒന്ന് സുജൂദ് ചെയ്യാനും. പക്ഷേ ഈ സമയത്ത് തിരക്കേറിയ സമയമായതുകൊണ്ട് തന്നെ അതിനകത്ത് കയറിയ ആൾക്കാർ ഇറങ്ങാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. എല്ലാവരും ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എങ്കിൽ പോലും വേഗം വേഗം കണ്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിനകത്ത് കയറാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. മറ്റാരുമല്ല, നമ്മുടെ ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിത്തങ്ങൾ വന്നിരുന്ന ഗുഹയാണത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് കയറാൻ പറ്റിയില്ല എങ്കിലും ഉള്ളിലൊന്ന് തൊടാനും കാണാനും അവസരം കിട്ടും. ഇവിടെ പ്രത്യേകിച്ച് നല്ല കാറ്റും നല്ല തണുപ്പുമാണ് അതിനകത്തുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഹറമിലുള്ള ക്ലോക്ക് ടവറും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മളേതായാലും 3/4 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്ത് തിരക്ക് കൂടി വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കയിലെ ഉംറയ്ക്ക് വരുന്നവർ ഈ ഒരു അവസരം പാഴാക്കാതെ ശ്രദ്ധിക്കണേ. പ്രായമുള്ള ആൾക്കാർക്ക് കുറച്ച് ഒരു പ്രയാസമാണ്. ഞങ്ങളേതായാലും അവിടുന്ന് ഇറങ്ങാൻ പിന്നെ സിമ്പിളാണല്ലോ. മഗ്രിബ് ബാങ്ക് കൊടുത്തിരുന്നു. അപ്പോഴേക്ക് ഉളു ഇല്ലാത്ത കാരണം താഴെ പള്ളിയുണ്ട്, അവിടെ നിന്ന് നിസ്കരിക്കാന്ന് ആലോചിച്ച് താഴേക്ക് ഇറങ്ങി. ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് ചരിത്ര ഭൂമിയിൽ. അപ്പം ഇനി നേരെ റൂമിലേക്ക് പോട്ടെ.